ഹലോ, അപ്പം തന്നിരിക്കുന്ന കൽക്കി 2898 AD എന്ന് പറഞ്ഞ സിനിമേൻ്റെ 11 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റും കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആദ്യമായിരിക്കാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കളക്ഷൻ അപ്ഡേറ്റിൽ കണ്ടുപിടാൻ സാധിക്കും. കൽക്കി എന്ന സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ ആന്ധ്രയിലെ കളക്ഷൻ നമുക്ക് ആദ്യമേ നോക്കാം. ആന്ധ്രയിൽ നിന്ന് മാത്രമായിട്ട് സിനിമ ഇതുവരെയായിട്ട് 235 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. ആന്ധ്രയിൽ നിന്നും അതുപോലെ തന്നെ നിസാമെന്നും സിനിമ ചില്ലറ കളക്ഷനൊന്നും അല്ല അവിടെ നേടിയെടുത്തിരിക്കുന്നത്. കർണാടക ഭാഗത്ത് നിന്ന് മാത്രം 57 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് 36.5 കോടിയും കേരളത്തിൽ നിന്ന് 24 കോടിയുമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് ഓൾമോസ്റ്റ് 235 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഇന്ത്യ ഗ്രോസ് കളക്ഷനായിട്ട് 605.5 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ചില്ലറ കളക്ഷനൊന്നുമല്ല. ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ പുറത്ത് നിന്ന് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 214.5 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 11 ദിവസം കടക്കുമ്പോൾ സിനിമയ്ക്ക് 820 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമ 1000 കോടി വളരെ നിസ്സാരമായിട്ട് ക്രോസ് ചെയ്യുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തത ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ സിനിമേൻ്റെ ഇന്ന് വന്ന ലേറ്റസ്റ്റ് ആയിട്ട് കളക്ഷൻ പോസ്റ്ററിൽ അവകാശപ്പെടുന്നത് 900 കോടിയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ എന്തിനാണ് ഇങ്ങനെ തള്ളി കളക്ഷൻ പോകുന്നതെന്ന്. എന്തായാലും സിനിമ ആ ഒരു കളക്ഷൻ എന്തായാലും ക്രോസ് ചെയ്യും. പക്ഷേ എന്തിനാണ് ഇപ്പോഴേ അവരത് സെഞ്ചുറി എടുക്കുന്നത്? എന്തായാലും സിനിമേൻ്റെ ഈ ഒരു 1000 കോടി പോസ്റ്റർ നമുക്ക് മറ്റന്നാളായിട്ട് പ്രതീക്ഷിക്കാം. ടീമിൻ്റെ തള്ളു പോസ്റ്റർ. സിനിമ ഇതുവരെയായിട്ട് 11 ദിവസം കൊണ്ട് വേൾഡ് വരെയായിട്ട് 820 കോടിയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ കേരള ഗ്രോസിംഗ് കളക്ഷൻ നമുക്കൊന്ന് ഓരോ ദിവസത്തെ പരിശോധിക്കാം. ആദ്യ ആഴ്ച സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 18.7 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ 9ാം ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 1 കോടിയാണ്. പിന്നെ 10ാം ദിവസത്തെ കളക്ഷൻ 1.9 കോടി. 11ാം ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ 2.4 കോടി. അങ്ങനെയാണ് സിനിമ 24 കോടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കറൻലി 5 ടോപ്പ് തെലുങ്കു സിനിമകൾ കേരളത്തിൽ കൂടുതൽ കളക്ഷൻ നേടിയത് നോക്കുകയാണെങ്കിൽ ബാഹുബലിയാണ് 1ാം സ്ഥാനത്ത് 72 കോടിയായിട്ട്. അതിനിപ്പോഴും ആരും തൊടാൻ സാധിച്ചിട്ടില്ല. 2ാം സ്ഥാനത്ത് കൽക്കി വന്നിരിക്കുകയാണ് 24.5 കോടീൻ്റെ മുകളിലായിട്ട് കളക്ഷൻ. അതുപോലെ തന്നെ 3ാം സ്ഥാനം RRR ആണ്. അത് 24.5 കോടി തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സലാറുണ്ട് 16.8 കോടിയായിട്ട്. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ 14.5 കോടി. കറൻലി കൽക്കി എന്ന സിനിമ തന്നെ 2ാം സ്ഥാനം നേടിയെടുത്തിരിക്കുന്നത് നമ്മുടെ RRR എന്ന സിനിമേൻ്റെയും സലാറിൻ്റെയും ബാഹുബലിൻ്റെയും ഒക്കെ കളക്ഷൻ റെക്കോർഡ് തകർത്തിട്ട്. എന്തായാലും ബാഹുബലിൻ്റെ സിനിമയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ 72 കോടി സിനിമ കൽക്കി നേടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊന്നും സംശയം തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിലെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.